നമ്മുടെ കാരമൽ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും ഒരു മധുരവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മധുരമാണ്. ഞാനിപ്പോൾ ആകെ അരമണിക്കൂർ എടുത്തുള്ളൂ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട്. നമ്മുടെ സേമിയ പഴം പായസമാണിത്. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ പഴം ചേർത്തിട്ട് സേമിയ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പാലൊന്നും പിരിഞ്ഞു പോവില്ല, ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്ന പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സേമിയ പഴം പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ സാധാരണ എല്ലാ സേമിയ പായസത്തിനും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്കിതിലും വേണ്ടത്. സേമിയ വേണം, അതുപോലെ തന്നെ പഞ്ചസാര വേണം, പാല് വേണം, ഏലക്കപ്പൊടി വേണം, പിന്നെ നെയ്യും കാഷ്യൂനട്ടും ഒക്കെ വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഏത്തപ്പഴം. ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള ഏത്തപ്പഴം. നമ്മുടെ പഴംപൊരിയുടെ ഭാഗത്തിലുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത്തപ്പഴം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം ഇടയ്ക്ക് കടിക്കാൻ കിട്ടും സേമിയയുടെ കൂടെ തന്നെ. നമ്മളിപ്പോൾ സേമിയ പായസം ചൗരി ചേർത്തിട്ട് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഏത്തപ്പഴം കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സേമിയയും പഴമൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം, അതിന് ശേഷം പായസം റെഡിയാക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് നെയ്യിലൊന്ന് സേമിയ വഴറ്റിയെടുക്കാം. സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പാല് പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും സേഫ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പായസം ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് പാല് പിരിഞ്ഞു പോകുക എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ പായസം ഉണ്ടാക്കാൻ പാലൊന്ന് തിളപ്പിച്ചിട്ട് പായസം ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും പായസം ഉണ്ടാക്കാനായിട്ട്. പാല് തിളച്ച് വരുന്ന സമയം ഇതാവുമ്പോൾ വേഗം തന്നെ കാര്യങ്ങൾ നീങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ചേർക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് പായസം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസം നമ്മുടെ സേമിയ പായസം തന്നെയാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിടയ്ക്ക് ഒരു ചേഞ്ച് ആയിട്ട് പല ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പായസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു ഏത്തപ്പഴവും കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ വേഗം തന്നെ പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് സേമിയ ഒന്ന് കുക്കായി വരട്ടെ. ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ കളർ തന്നെ മാറിപ്പോട്ടെ. അത് നമ്മളെപ്പോഴും സേമിയ പായസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊരു 75 ഗ്രാം സേമിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. ചെറിയൊരു അളവിലേ പായസം ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ സേമിയ പായസത്തിൽ വെള്ളം ചേർത്ത് വേവിക്കരുത്. നമ്മൾ മുഴുവൻ പാലിൽ തന്നെ വേവിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. സേമിയ വെള്ളം ചേർത്ത് വേവിച്ചിട്ട് പിന്നെ കുറച്ച് പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് അത്ര നമുക്ക് അങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പാലിൽ തന്നെ വേവിക്കണം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ അടപ്പായസമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ സേമിയ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഞാൻ ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കേട്ടോ സേമിയ റോസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വല്ലാതെ കളർ ചേഞ്ച് ആയി പോവാതിരിക്കാനാണ്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്ത അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് ചേർക്കാം. കുറച്ച് മതി കേട്ടോ. സേമിയയുടെ അത്രയും പോലും നമ്മുടെ പഴമില്ലല്ലോ, അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പഴം ദാ ഈ ഒരു ചെറിയ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലുപ്പം മതി, നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനല്ലേ. അപ്പോൾ ചെറിയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കൂടുതൽ പഴം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ പഴം പായസമാവും. പഴം സേമിയ പായസം ആവണമെന്നുണ്ടെങ്കിൽ സേമിയയുടെ അളവായിരിക്കണം എപ്പോഴും കൂടുതൽ നിൽക്കേണ്ടത്. ഈക്വലായിട്ട് നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി പഴം കുറച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി ഇതൊന്ന് ലൈറ്റായിട്ടൊരു യെല്ലോ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് പഴം കൂടെ കുക്കായി പോവണ്ട, ഒന്ന് യെല്ലോ കളർ ആയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ പാലിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പായസത്തിൻ്റെ പരിപാടി വളരെ ഈസിയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ നമുക്ക് വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വിഷുവിനാണെങ്കിലും എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ചെറിയ വ്യത്യാസമുള്ള ഒരു പായസം വേണമെന്നുണ്ടെങ്കിൽ
നമുക്കിതുപോലെ പായസം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് പഴവും മാറ്റി വയ്ക്കാം. പിന്നെ എല്ലാവരും ഏലക്കയൊക്കെ നേരത്തെ പൊടിച്ചൊക്കെ വെച്ചോളൂ കേട്ടോ. ഏലക്കയും ജീരകവും പായസം ഉണ്ടാക്കാനുള്ളതും പലഹാരം ഉണ്ടാക്കാനുള്ളതും എല്ലാം നമ്മൾ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പായസവും പലഹാരങ്ങളും ഒക്കെ റെഡിയാക്കാം. വിഷുവൊക്കെ ആകുമ്പോൾ തിരക്കായിരിക്കില്ലേ, അപ്പോൾ വേഗം തന്നെ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനുള്ള ഏലക്കപ്പൊടിയൊക്കെ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പായസം ഉണ്ടാക്കാം. അതൊക്കെ നമ്മളൊരു മുൻകരുതലായിട്ട് നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓണത്തിനും വിഷുവിനും പൊതുവേ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പഴം എന്താ യെല്ലോ കളറായി തുടങ്ങുന്നുണ്ട്. കംപ്ലീറ്റ് ഒന്ന് യെല്ലോ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് ഒരു മീഡിയം മധുരമുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. പായസം കഴിക്കുമ്പോൾ എപ്പോഴും മീഡിയം മധുരത്തിൽ കഴിക്കുന്നതാണ് ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മടുത്തു പോവില്ല, വീണ്ടും പായസം കഴിക്കാൻ തോന്നും. വല്ലാതെ മധുരം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ്സൊക്കെ പായസം കഴിച്ച് കഴിയുമ്പോൾ തന്നെ മടുത്തു പോകും. അപ്പോൾ ഞാൻ ഇത് മാറ്റിയാണ് പാനിൽ നിന്ന്. നമുക്കിനി വേറൊരു പാൻ വയ്ക്കാം. ഈ പാനിൽ പായസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് വേറൊരു പാനിൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാനിലേക്ക് പാല് തിളപ്പിച്ചത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സേമിയ ചേർക്കാം. സേമിയയ്ക്ക് കുക്കിംഗ് ടൈം കൂടുതലായതുകൊണ്ട് പഴവും സേമിയയും ഒരുമിച്ച് ചേർക്കരുത്, സേമിയ മാത്രം ആദ്യം ചേർക്കുക. അപ്പോൾ നിങ്ങൾ തിളപ്പിക്കാത്ത പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം പാല് തിളച്ച് വന്നതിന് ശേഷം മാത്രം സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പാലൊന്ന് തിളച്ച് സേമിയ ഒന്ന് കുക്കായി വരണം. അതിന് ശേഷം വേണം നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. പാലിലേക്ക് ഇടുമ്പോൾ സേമിയ ഒന്ന് കട്ടിയാവും, പക്ഷെ അതൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയി വന്നോളും. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സേമിയ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ സേമിയ കുക്കായോ നോക്കുന്നത് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കട്ടാവുന്നുണ്ടെങ്കിൽ സേമിയ കുക്കായിട്ടുണ്ടെന്നാണ്. ഓവർ കുക്കായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർക്കാം. പഴം ചേർത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട പഞ്ചസാരയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ പഴം നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ, പഴം ഹാഫ് കുക്കായതാണ്. പിന്നെ ഈ സേമിയയിലേക്കും പഴത്തിലേക്ക് നമ്മുടെ മധുരമൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇപ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ 1/4 കപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാക്കി നമുക്ക് 1/4 കപ്പ് ക്യാരമലൈസ് ചെയ്ത് ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായസം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ 2 മിനിറ്റ് ടൈം കൊടുക്കുക. ഇതിലേതായാലും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. പായസം കുറുകി പോവുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തത്. അതിൽ ഒരു 3/4 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. 1/4 ലിറ്റർ പാല് മാറ്റി വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ചാൽ പായസം കുറുകി പോയാൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നിനി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. പിന്നെ നിങ്ങളുടെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1/2 കപ്പല്ല, ചിലപ്പോൾ 3/4 കപ്പ് വരെ മധുരം ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് 3/4 കപ്പ് മധുരം ചേർത്താലായിരിക്കും കറക്റ്റായിട്ട് മധുരം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക. പാലൊക്കെ കുറുകി തുടങ്ങുന്നുണ്ട്. പാല് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് കേട്ടോ എല്ലാ പായസത്തിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ പാല് കുറുകാതെ വെറുതെ വെള്ളം പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ തന്നെ നമ്മുടെ പായസത്തിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മുടെ ക്യാരമൽ ചേർക്കുന്നത്. ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പഞ്ചസാര എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ ക്യാരമൽ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരമൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിക്കുക. അതിനുശേഷം കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് ചേർക്കുക. ക്യാരമൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. നമുക്ക് ആ പായസം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, കൂടുതൽ ഭംഗിയുള്ള പായസം ആകുമ്പോൾ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കട്ടെ. നമ്മളിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര. ഇനി ഇതൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. മെൽറ്റായി തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും, നമ്മുടെ ക്യാരമലിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാന്ന് പറഞ്ഞത്. ഇനി ഇത് ക്യാരമലായി വരട്ടെ. അപ്പോൾ ക്യാരമലാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാരമലാക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാകണ്ടോ നമ്മുടെ ക്യാരമലിൻ്റെ കളർ റെഡിയായി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ പായസത്തിലേക്ക് ചേർക്കുകയാണ്. ഇത്രയും ആക്കുന്നുള്ളൂ കേട്ടോ. ഇനി കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിത് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ക്യാരമൽ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം.
ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ പായസം കുറുകി കുറുകി വരുന്നുണ്ട്. പായസത്തിൻ്റെ കളറൊക്കെ ഇതാ മാറി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളകി മിക്സായി കഴിയുമ്പോൾ നന്നായിട്ട് പായസത്തിൻ്റെ കളറ് മാറിക്കോളും. ഇപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഗ്ലാസ്സിലൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർക്കുക. തിളപ്പിച്ചിട്ട് ചേർക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പഴമൊക്കെ റോസ്റ്റ് ചെയ്തെടുത്ത പാൻ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ കഴുകാതെ എളുപ്പത്തിൽ കാര്യം ചെയ്യാമല്ലോ. അപ്പോൾ വീണ്ടും നെയ്യ് ചേർക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്, പഴം ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ നെയ്യ് ചേർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ചേർത്തത് പഴമാണല്ലോ, ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട്. അപ്പോൾ ഇനി കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചേർത്തിട്ടില്ല, നമ്മുടെ ഏലക്കാപ്പൊടി. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ആ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഏലക്കാപ്പൊടി ചേർക്കുന്നത്. റൈസിൻസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അധികം നേരം റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഇത്രയും മതി. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ടും റൈസിൻസും കൂടി പായസത്തിലേക്ക് ചേർക്കാം. നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയില്ലേ? സേമിയ പഴം പായസമാണ്, സേമിയ പായസമല്ല. അപ്പോൾ ഇനി എല്ലാവരും വേഗം തന്നെ ടേസ്റ്റ് ചെയ്തോളൂ. നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ചേർക്കാൻ മറന്നു, നമ്മുടെ ഏലക്കപ്പൊടി. ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അരിച്ചൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഏലക്കയുടെ നാരൊന്നും ഉണ്ടാവില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ പായസം കഴിക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ റൈസിൻസും കാഷ്യൂനട്ടും ഒക്കെ താഴ്ന്നു പോകും. അതുകൊണ്ട് ലാസ്റ്റ് ഇളക്കി മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.